ദാഹം തോന്നുമ്പോൾ മാത്രമാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിക്കാൻ ദാഹം തോന്നുന്നതുവരെ കാത്തിരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ശരീരം ഇതിനകം തന്നെ ഒരു ദുരന്ത സിഗ്നൽ അയക്കുന്നു എന്നാണ്. ദാഹം ഒരു വൈകിയ സൂചകമാണ്. സാധാരണയായി നിങ്ങൾ ഇതിനകം തന്നെ നേരിയ നിർജ്ജലീകരണ അവസ്ഥയിലാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. അതായത് 1 മുതൽ 2% വരെ ദ്രാവക നഷ്ടം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഈ നിലയിൽ നിങ്ങളുടെ ശരീരം ഇതിനകം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. രക്തം അല്പം കട്ടിയുള്ളതായി തീരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ കഠിനമാക്കുന്നു. കൂടാതെ നിങ്ങളുടെ തലച്ചോർ ഉൾപ്പെടെയുള്ള കോശങ്ങളിലേക്ക് പോഷകങ്ങളുടെയും ഓക്സിജന്റെയും വിതരണം കാര്യക്ഷമമല്ലാതെയാകുന്നു. ഇത് ഏകാഗ്രത കുറയ്ക്കുന്നതിനും ക്ഷീണം വർദ്ധിപ്പിക്കുന്നതിനും തലവേദനയ്ക്കും ശാരീരിക ഏകോപനവും സഹിഷ്ണുതയും കുറയുന്നതിനും കാരണമാകുന്നു. വിട്ടുമാറാത്ത താഴ്ന്ന നിലയിലുള്ള നിർജ്ജലീകരണം കൂടുതൽ ഗുരുതരമായ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കുറഞ്ഞ ദ്രാവക ഉപഭോഗം കാരണം മൂത്രം സ്ഥിരമായി കേന്ദ്രീകരിക്കുമ്പോൾ ധാതുക്കൾ വൃക്കകളെ ക്രിസ്റ്റലൈസ് ചെയ്യുകയും വേദനാജനകമായ കല്ലുകൾ രൂപപ്പെടുകയും ചെയ്യും. കൂടാതെ പതിവായ ദ്രാവക പ്രവാഹത്തിന്റെ അഭാവം മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ വേണ്ടത്ര പുറന്തള്ളുന്നതിൽ പരാജയപ്പെടുന്നു. ഇത് പതിവ് അസ്വസ്ഥതയുണ്ടാക്കുന്ന അണുബാധകൾ അതായത് UTI ഉണ്ടാക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ദാഹം നിർജ്ജലീകരണത്തിന്റെ ഒരു വൈകിയ ലക്ഷണമാണ്. Stay healthy. Follow for more.